Hi friends, welcome to Swadija's paper, Escalate Your Learning Style. നിങ്ങൾക്കേറെ ഗുണപ്രദമാകുന്ന ഈ വീഡിയോ മുഴുവനും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ യഥാസമയം ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 3 മോഷനിനെ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ നമ്മുടെ ഭാഗങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നറിയാം, എങ്കിലും സ്റ്റുഡൻസിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ ചാപ്റ്റർ തുടങ്ങി വയ്ക്കുകയാണ്. ഈ പാർട്ടിൽ ഇത് അറിയാനുള്ള കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. എന്തൊക്കെയാണ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചു വരുന്നത് ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് ഈ ചാപ്റ്ററിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. സ്ട്രെയിറ്റ് ലൈനിലൂടെ ഉള്ള മോഷൻ. സ്ട്രെയിറ്റ് ലൈനിലൂടെ ഉള്ള മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ വേറൊരു അനക്കവും ഇല്ലാതെ നേരെ പോവുക. ഈ റെയിൽപ്പാളം ശ്രദ്ധിച്ച് നോക്കൂ. ഈ റെയിൽപ്പാളത്തിൽ കൂടെ ഒരു തീവണ്ടി പോവുകയാണ്. വളയലും തിരിയലും ഒന്നുമില്ല. ഈ റെയിൽപ്പാളം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിനെയാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ പക്ഷേ മോഷൻ ഇൻ എ 3 ഡയമെൻഷൻ, മോഷൻ ഇൻ എ 2 ഡയമെൻഷൻ അങ്ങനെയൊക്കെ കൂടുതൽ നമ്മൾ പഠിക്കും. ഈ ചാപ്റ്ററിൽ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ ഒക്കെ ഒരു തുടക്കം മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതിനെ വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല എളുപ്പമുള്ള ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ ചാപ്റ്റർ നന്നായി അറിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ നന്നായി പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു എക്സാമ്പിൾ. എന്താണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇതാ, റോഡിലൂടെ ഒരുപാട് വണ്ടികൾ പോവുകയാണ്. അതൊരു 1 ഡയമെൻഷണൽ മോഷനാണ്, അല്ലെങ്കിൽ റെക്റ്റിലിനിയർ മോഷനാണ്, സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, 1 ഡയമെൻഷണൽ മോഷനാണെന്ന് പറയുന്നത്? അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്ട്രെയിറ്റ് റോഡാണെന്ന് വിചാരിക്കുക. ഈ സ്ട്രെയിറ്റ് റോഡിൽ കൂടെ അങ്ങനെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അതിന് മറ്റ് ഡയറക്ഷൻസ് ഒന്നുമില്ല. ഇതേ ഡയറക്ഷനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലേക്കൊന്നും ഇങ്ങനെ അങ്ങനെയൊന്നും പോണില്ല, പക്ഷെ നേരെ പോവാണ്. അത് ഈ ഗ്രാഫ് വെച്ചിട്ടൊന്ന് നോക്കി നോക്കൂ. നേരെ ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് ഇതൊരു എക്സ് ആക്സിസും ഇതൊരു വൈ ആക്സിസും ആണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് അവർ പോകുന്നത്. എക്സ് ആക്സിസിലൂടെയാണ് പോകുന്നത്. വൈ ആക്സിസിലേക്ക് ഒരു വളവോ തിരിവോ ഒന്നുമില്ലാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. അതിനർത്ഥം അതൊരു 1 ഡയമെൻഷണൽ മോഷനാണ്. അതായത് ഒരു ഡയമെൻഷനിൽ കൂടെ മാത്രമേ അതിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡയമെൻഷനിലൂടെ നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ, ഇതിനെയാണ് ഒരു ഡയമെൻഷൻ എന്ന് പറയുക. അതായത് ഒരു ആക്സിസ്, ദാറ്റ്സ് എ ഡയമെൻഷൻ. ഇപ്പം ഇതിലൂടെ തന്നെ 2 ഡയമെൻഷണൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. ഇതാണ് 2 ഡയമെൻഷണൽ മോഷൻ. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം? 2 ഡയമെൻഷൻ, ഇതൊരു ഡയമെൻഷൻ, ഇതൊരു ഡയമെൻഷൻ, ഇങ്ങനെയും പോകുന്നുണ്ട് ഇത്. എന്നാൽ കുറച്ച് കയറ്റവുമുണ്ട്. കയറ്റം എന്ന് ഉദ്ദേശിച്ചത് വൈ ആക്സിസിലൂടെയും പോകുന്നുണ്ട്. ഇതൊരു പ്ലെയിനാണ് കേട്ടോ, ഒരു പ്ലെയിൻ. മുകളിലേക്ക് ഇങ്ങനെ പോകുക എന്നല്ല അർത്ഥം. ഈ പ്ലെയിനിലൂടെ ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഇതിൽ ഒരു പൊളഞ്ഞുള്ള ഒരു റോഡാണെങ്കിൽ അതിലൂടെ ഒരു വാഹനം പോവാണ്. ഇങ്ങനെയല്ല പോവുക, ചാടി പോവല്ലോ. അതൊരു 2 ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ വൈ ആക്സിസും കൂടി ഉണ്ടെങ്കിൽ അതൊരു 2 ഡയമെൻഷണൽ മോഷനാണ്. പക്ഷേ എപ്പോഴാണ് 3 ഡയമെൻഷണൽ മോഷൻ ആവുക? അത് നമുക്ക് പേപ്പറിൽ വരച്ച് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഇങ്ങനൊരു വൈ ആക്സിസ് ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സെഡ് ആക്സിസും കൂടി അതിനുണ്ടായിരിക്കും. അതായത് ഈ സെഡ് ആക്സിസ് എന്ന് പറയുന്നത് 3D ആണ്. ഇപ്പുറത്തേക്ക് ഒരു 3D ആയി നിൽക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഡയമെൻഷൻ, ഇതൊരു ഡയമെൻഷൻ, ഇതൊരു ഡയമെൻഷൻ, 3 ഡയമെൻഷൻസ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് അതൊരു
3-ഡയമെൻഷണൽ മോഷനാണ്. നിങ്ങളിപ്പോൾ 3D ഫിലിംസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ്, നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെയും കൂടി ഒരു ആക്സിസ് വരുന്നത് പോലെ. സാധാരണ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ സാധാരണ അതിൽ കുറേ പിക്ചേഴ്സ് മൂവ് ചെയ്യണു. ഇപ്പോൾ ഒരു പിക്ചർ കാണുമ്പോൾ ഇത്രേ നമുക്ക് തോന്നുന്നുള്ളൂ. ഒരു പൂവിൻ്റെ പടം കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നുന്നുള്ളൂ. പക്ഷേ ആ പൂവ് നമ്മുടെ അടുത്തേക്ക് വരികയെന്ന് തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു Z ആക്സിസും കൂടി ഉണ്ടെന്ന് അർത്ഥം. അത്രേ ഉള്ളൂ. അപ്പോൾ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് 1-ഡയമെൻഷണൽ, 2-ഡയമെൻഷണൽ, 3-ഡയമെൻഷണൽ എന്നൊക്കെ പറയുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അതിന് കുറച്ച് എക്സാമ്പിൾസും ഒക്കെ ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഞാൻ പറഞ്ഞു മോഷൻ 3 തരത്തിലുണ്ട്: 1-ഡയമെൻഷണൽ മോഷൻ, 2-ഡയമെൻഷണൽ മോഷൻ ആൻഡ് 3-ഡയമെൻഷണൽ മോഷൻ. ഈ മോഷൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ വാഹനങ്ങൾ പോവുകയാണ്. അതായത് എക്സ് ആക്സിസ് എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ 1-ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു 2 ആക്സിസ് ഉണ്ട് ഇവിടെ. എന്താണ്? എക്സ് ആക്സിസും ഉണ്ട്, ഇവിടെ ഒരു Y ആക്സിസും ഉണ്ട്. ഇങ്ങനെയാണ് പോകുന്നത് ഈ ആരോ മാർക്ക്, അല്ലേ? നമ്മൾ പല ഗ്രാഫുകളും വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഗ്രാഫുകൾ, ഇങ്ങനെ ഓരോ ഗ്രാഫുകൾ അങ്ങനെയൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ അതെന്താണ്? അതൊരു 2-ഡയമെൻഷണൽ മോഷനാണ്. 2 ഡയമെൻഷൻ ഉണ്ട്. എക്സ് ആക്സിസ് ഉണ്ട്, Y ആക്സിസും ഉണ്ട്. ഇത് 2 ഡയമെൻഷൻ ഉള്ളത് കൊണ്ട് 2-ഡയമെൻഷണൽ മോഷനാണ്. ഇനി ഇതൊരു ബേർഡ് ഫ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബേർഡിന് വേണമെങ്കിൽ മുന്നിലേക്ക് വരാം, മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് പോവാം, താഴത്തേക്ക് ഫ്ലൈ ചെയ്ത് പോവാം. അതായത് 3 ആക്സിസ് ഇല്ലേ ഇവിടെ? ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു Y ആക്സിസ് ഉണ്ട്, ഒരു Z ആക്സിസ് ഉണ്ട്. ദിസ് ബേർഡ് ഈസ് ഫ്ലൈയിങ് ഇൻ 3 ഡയമെൻഷൻസ്. 3 ഡയമെൻഷനിലൂടെയും അതിന് ഫ്ലൈ ചെയ്യാൻ പറ്റും. നേരെയും പോവാം, മുകളിലേക്കും പോവാം, താഴത്തേക്കും പോവാം. ഒരു സ്പേസിൽ കൂടെ അത് ഫ്ലൈ ചെയ്യുകയാണ്. അതുകൊണ്ട് അതൊരു 3-ഡയമെൻഷണൽ മോഷനാണ്. 3-ഡയമെൻഷണൽ മോഷൻ ഒരു എക്സാമ്പിളാണ്. അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് 3-ഡയമെൻഷണൽ മോഷൻ നമുക്ക് പറയാം. ഒരു ബട്ടർഫ്ലൈ ഒരു ഫ്ലവറിന് ചുറ്റും പറക്കുകയാണ്, അതൊരു 3-ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ അങ്ങനത്തെ എക്സാമ്പിൾ ഇംപ്രൂവ്മെൻറ്റ് 2012 ആ ഒരു എക്സാമിന് ഇതുപോലെ എക്സാമ്പിൾസ് എഴുതാനായിട്ടും അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് എന്ത് മോഷൻ എക്സാമ്പിൾ ആണെന്നും ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്തൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല എന്ന് വെച്ചാലും വെറുതെ മനസ്സിൽ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി കോൺസെപ്റ്റ് ഓഫ് പോയിന്റ് ഒബ്ജക്റ്റ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂരാണ് ഈ സ്ഥലം എന്നൊക്കെയാ. ആ തൃശ്ശൂരിൽ നിന്നും ഇവിടെ ന്യൂഡൽഹിയിലേക്ക് ഒരു ട്രെയിൻ പോവുകയാണെങ്കിൽ ഈ ദൂരം ഇത്രയും ദൂരമുണ്ട്. ആ ട്രെയിനിൻ്റെ വലുപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഒരു പോയിന്റ് അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം ആ ട്രെയിൻ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഒന്നും വേണ്ട. നമുക്കിപ്പോൾ ഒരു ഉറുമ്പ് ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ ആ ഉറുമ്പിൻ്റെ വലിപ്പം എത്രത്തോളം പ്രധാനമാണ്? അത്രയും പ്രധാനമല്ല. ഒരു ഉറുമ്പ് 1 കിലോമീറ്റർ യാത്ര ചെയ്യണോ? 1 കിലോമീറ്റർ യാത്ര ചെയ്യണമെന്നുള്ളതാണ് അവിടെ പ്രാധാന്യം. ഒരു ഉറുമ്പിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത് ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ പോയിന്റ് ഒബ്ജക്റ്റിൻ്റെ. ഫ്രെയിം ഓഫ് റെഫറൻസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ബേസിക് കാര്യങ്ങളാണ്. അതായത് നമുക്ക് ചിലപ്പോൾ ഫിസിക്സിൽ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഈ ടേംസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തുന്നത് മാത്രം. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്ലോക്കാണ്. അപ്പോൾ ഈ ക്ലോക്കിന് ഈ സൂചി ഓടാനായിട്ട് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേണം. 5 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കിയിട്ടാണ്. അതിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ്, അത് ഓടാനുള്ള ആ ഒരു സ്ഥലം എന്തുപയോഗിച്ചിട്ടാണോ നമ്മൾ സമയം പറയുന്നത്, ആ സൂചി ഓടാനുള്ള ആ സ്ഥലം അത് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്, സ്കേലാർ ക്വാണ്ടിറ്റീസ് ഒക്കെ നമ്മൾ 9ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. പക്ഷെ നമ്മൾ +1 അതൊന്നുകൂടി പഠിക്കുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആവും എന്ന് മാത്രമല്ല, അതറിയാത്തവർക്ക് നന്നായി അറിയുകയും കൂടി വേണം.
അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തൊട്ടേ വെക്റ്റർ ക്വാണ്ടിറ്റീസും സ്കെലാർ ക്വാണ്ടിറ്റീസും പറയുന്നത്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. അതിനെന്താണ്? അളവ്, എത്ര അളവ് അതുണ്ട് എന്നുള്ളതും പറയും. എന്നാൽ ഏത് ഡയറക്ഷനിൽ കൂടിയാണ് അത് പോകുന്നത്, പോസിറ്റീവ് ഡയറക്ഷൻ ആണോ നെഗറ്റീവ് ഡയറക്ഷൻ ആണോ, അങ്ങനെ ഏത് ഡയറക്ഷനിൽ കൂടിയാണ് അത് പോകുന്നത് എന്നും കൂടി പറയും. അതാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ പ്രത്യേകത. ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ കൂടെ തന്നെ പോകണം, അങ്ങനെ ഒരു നിയമം അതിലുണ്ട്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ പക്ഷേ വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി പെട്ടെന്ന് നമുക്ക് എന്തുകൊണ്ടാണ് അതിന് ഡയറക്ഷൻ ഉണ്ടെന്ന് പറയണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് തന്നെ വന്നു തുടങ്ങും. ഇന്ന ഡയറക്ഷനിലേക്ക് പോകണം എന്ന് കൃത്യമായിട്ട് അതിന് സ്പെസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും, എന്ത് പ്രോബ്ലം തരുന്നുണ്ടെങ്കിൽ പോലും. സ്കെലാർ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷനെ കുറിച്ച് അവർക്ക് ചിന്തയൊന്നുമില്ല, എത്ര അളവ് അത്രേ ഉള്ളൂ. മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ 10 ഗ്രാം മണ്ണെടുക്കൂ എന്ന് നമ്മൾ പറയുകയാണ്. 10 ഗ്രാം നെഗറ്റീവ് ഡയറക്ഷനിലുള്ള മണ്ണെടുക്കുമെന്ന് നമ്മൾ പറയില്ലല്ലോ. ആ 10 ഗ്രാം എന്ന് പറയുന്ന ആ ഒരു മാസിനാണ് അവിടെ പ്രാധാന്യം, എത്ര അളവ് എന്നുള്ളതിനാണ് പ്രാധാന്യം. അതാണ് സ്കെലാർ ക്വാണ്ടിറ്റി. മാസ് അതിനൊരു എക്സാമ്പിൾ മാത്രമാണ്. ടൈമും അതേ ഒരു എക്സാമ്പിളാണ്. ഇത്ര സമയമെന്നേ നമ്മൾ പറയുള്ളൂ. നെഗറ്റീവ് ഡയറക്ഷനിൽ 2 മണി, പോസിറ്റീവ് ഡയറക്ഷനിൽ 2 മണി, അങ്ങനെ നമ്മൾ പറയില്ല. ആ സമയത്തിൻ്റെ അളവ്, അല്ലെങ്കിൽ 5 മിനിറ്റ്, നെഗറ്റീവ് 5 മിനിറ്റ്, പോസിറ്റീവ് 5 മിനിറ്റ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 5 മിനിറ്റ് ആ ഒരു അളവ് മാത്രമാണ് ടൈമിലും എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഡിസ്റ്റൻസും ഞാൻ നേരത്തെ വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, എന്നാൽ ഡിസ്റ്റൻസ് സ്കെലാർ ക്വാണ്ടിറ്റിയിലാണ് വരുന്നത്. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത്ര ദൂരം എന്നുള്ളത് മാത്രമാണ് കണക്കാക്കുന്നത്, ഇന്ന ഡയറക്ഷൻ എന്ന് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. 10 കിലോമീറ്റർ എന്ന് വെച്ചാൽ 10 കിലോമീറ്റർ അത്രേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളെന്തായാലും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും പറഞ്ഞതല്ലേ, നമുക്കത് എന്താണെന്ന് ഒന്ന് പരിചയപ്പെടാം. അതും നമുക്കറിയണതാണ്, എങ്കിലും ഒന്ന് റീകോൾ ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ അന്ന് പഠിച്ചിരുന്നതിൽ ഏതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വേണ്ടത് എന്നൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നാലും ഈ പോയിന്റിലേക്ക് എത്താം, എന്നാൽ ഇതുപോലെ നേരെയുള്ള വഴി കൂടി ഈ പോയിന്റിലേക്ക് എത്താം. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താനായിട്ട് നമുക്ക് ആകെ കൂടെയുള്ള റോഡ് ഇതേ ഉള്ളൂ. ഈ ഒരു റോഡിൽ കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ എളുപ്പമുള്ള വഴി ഏതാണ്? ഈ വഴിയാണ്, A to B. പക്ഷെ അവിടെയൊക്കെ കാടാ, നമുക്ക് അതിൽ കൂടെ പോകാൻ പറ്റില്ല. അപ്പം ഇതൊരു ഡിസ്റ്റൻസ് ആണ്. ചിലപ്പോൾ ഇനി എങ്ങാനും ഒരു വഴി ഇതിൽ കൂടെ വന്നാൽ നമ്മൾ പറയും അല്ലേ, ഇതിൽ കൂടെ എളുപ്പത്തിൽ എത്താം, ഒരു കുറുക്ക് വഴി ഉണ്ട് എന്ന് നമ്മൾ പറയും. അത്രേ ഉള്ളൂ ഡിസ്പ്ലേസ്മെൻറ്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. പരമാവധി കുറഞ്ഞ ദൂരം. എങ്ങനെയാണ് എയിൽ നിന്നും ബിയിലേക്കും പരമാവധി കുറഞ്ഞ ദൂരത്തിലെത്തുക എന്ന് നോക്കുക, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്നാൽ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും ശരിക്കും യഥാർത്ഥത്തിൽ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ചേഞ്ച് ഓഫ് പൊസിഷൻ ഇൻ എ ഡെഫിനിറ്റ് ഡിറക്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്നാൽ ഡിറക്ഷൻ കൃത്യമായിട്ടില്ലാത്ത ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടോ, ഈ ഡയറക്ഷനിൽ തന്നെ പോയാലേ കൃത്യം സ്ഥലത്ത് എത്തുള്ളൂ. പക്ഷെ അങ്ങനെ കൃത്യം സ്ഥലത്ത് എത്താത്തതാണ് എന്ത്? കൃത്യം സ്ഥലത്ത് എത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ, ഇന്ന ഡയറക്ഷനിൽ പോയാൽ ഈ സ്ഥലത്ത് എത്തുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഏത് ഡയറക്ഷനിൽ പോയാലും ഇവിടേക്ക് എത്താം. അതുകൊണ്ട് തന്നെയാണ് ഡിസ്റ്റൻസിനെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടും ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടും എക്സ്പ്രസ് ചെയ്യുന്നത്. താങ്ക് യു. കൂടുതൽ കാര്യങ്ങൾ ഇക്വേഷൻസ്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങളുടെ ടേംസ്, അതുപോലെ തന്നെ ഓരോ ഇക്വേഷൻസ്, പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അതിനായി നെക്സ്റ്റ് പാർട്ട് കാണുക.